അയ്യപ്പേട്ടാ, ഓ ഉണ്ണി ബാലകൃഷ്ണൻ. അതെ. അദ്ദേഹം റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് വീണ്ടും അദ്ദേഹത്തിന്റെ പഴയ തട്ടകമായിട്ടുള്ള ഏഷ്യാനെറ്റിലേക്ക് പോവുകയാണ്. അതെ. അപ്പോൾ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രേക്ഷകരുണ്ടല്ലോ, അവർക്ക് നിരാശ ഉണ്ടാകുമോ? ഏഷ്യാനെറ്റിലേക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് പ്രേക്ഷകർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ പലരും കുറിക്കുന്നതെന്നാണ് നമ്മൾ കേൾക്കുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ട എഡിറ്റേഴ്സ് അവർ എന്ന പ്രോഗ്രാം അല്ലേ, എഡിറ്റേഴ്സ് മീറ്റ് എന്ന പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ പ്രജിത ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ചില ടെലിവിഷനിൽ ഈ ന്യൂസ് ചാനൽ കാണുന്നവരെ സംബന്ധിച്ച് ഇവരുടെ ഈ ചർച്ചയിൽ നാം കേൾക്കാൻ താല്പര്യപ്പെടുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു വിഷയം പറയുമ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ അതിൻ്റെ ആ ഒരു ആധികാരികതയിലേക്ക് കടന്ന് അത് പറയുന്നതിലുള്ള ഒരു പ്രാഗൽഭ്യമുണ്ട് അദ്ദേഹത്തിന്. ഒന്നാമത് ഒരു ശൈലിയുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ അത്ര സജീവമാണ്. സോഷ്യൽ മീഡിയ സജീവമായതിൻ്റെ ഫലമായിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഈ സംസാരിക്കുന്നവർ കുറെ കൂടി പ്രേക്ഷകരുമായി അടുക്കുന്ന രീതിയിലേക്ക് പോകണം. അതിനൊരു ബലം പിടുത്തമോ വാക്കുകളുടെ പ്രയോഗത്തിലെ കാഠിന്യമൊന്നും പാടില്ല. അത് ഉണ്ണി വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ എന്ന സീനിയറാണ്, നമ്മളെക്കാളൊക്കെ സീനിയറാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കഥാകൃത്താണ്. അദ്ദേഹം ഒരു നോവലൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിരിക്കുമ്പോഴും കഥയെയും നോവലിനെയും ഇഷ്ടപ്പെട്ട ഒരു പത്രപ്രവർത്തകനാണ്. അപൂർവം ചിലരെ അങ്ങനെയുള്ളൂ. അത് വളരെ പ്രയാസമാണ്. കാര്യം കഥയും നോവലും ഈ പത്രപ്രവർത്തനവും എന്ന് പറയുന്നത് ഓരോ ദിക്കിൽ നിൽക്കുന്നതാണ്. പത്രപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒരു വിശകലനം വരും, സമൂഹം ചിന്തിക്കുന്നത് പറയേണ്ടി വരും, അതിനകത്ത് രാഷ്ട്രീയം പറയേണ്ടി വരും. ഇതിനൊക്കെ ഇടയിലും ഉണ്ണി ബാലകൃഷ്ണൻ എഴുതുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു നോവൽ ഈ അടുത്തിടയ്ക്ക് വളരെ 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 എല്ലാവരും ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുമ്പിലേക്കാണ് പ്രകാശനം ചെയ്തത്. മാതൃഭൂമി ബുക്സിൻ്റെ ഈ എന്ന പരിപാടിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചർച്ചയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഉണ്ണി ബാലകൃഷ്ണൻ സ്ലോ ആൻഡ് സ്റ്റഡി ആയിരുന്നു. അദ്ദേഹം വളർന്നു വന്നത് കലാകൗമുദിയിലൂടെയാണ്. കലാകൗമുദിയിൽ ജയചന്ദ്രൻ സാറാണ് ഈ ഉണ്ണിയെയും ഉണ്ണിയുടെ അനിയൻ വേണുവിനെയൊക്കെ എഴുതാൻ അവസരം കൊടുക്കുന്നത്. എനിക്കിന്ന് ഓർമ്മയുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ്റെ നിരവധി ലേഖനങ്ങൾ. അക്ഷരങ്ങളെ നമ്മൾ വായനയെ നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്നൊരു വായന നമ്മൾ വളരെ തപസ്യ പോലെ കൊണ്ടുനടക്കുന്ന ഒരു സമയത്ത് ഉണ്ണിയുടെ ലേഖനങ്ങൾ, ഉണ്ണി ടി പത്മനാഭനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ വളരെ ഇഷ്ടത്തോടെ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനം കലാകൗമുദിയായിരുന്നു. കാര്യം കള്ളിക്കാട് രാമേന്ദ്രനെ പോലെ ഇ വി ശ്രീധരൻ എന്നൊരു എഴുത്തുകാരനുണ്ടായിരുന്നു കോഴിക്കോട്, ഈ അടുത്തിടയ്ക്കാൻ മരിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കൂടെയൊക്കെ ഉണ്ണി സഞ്ചരിക്കുന്നത് ഉണ്ണിക്ക് കിട്ടിയ ഒരു ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. പ്രത്യേകിച്ച് ജയേന്ദ്ര സാറ്. കലാകൗമുദി എന്ന് പറയുന്ന കേരള കൗമുദി പ്രസ്ഥാനത്തിൻ്റെ അതിനകത്താണെന്ന ഓഫീസ്. MS മണി സാറിനെ പോലെയുള്ള പ്രഗത്ഭരായ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉണ്ണി ബാലകൃഷ്ണൻ ഈ ചർച്ചകൾക്ക് ഇരിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർ ആരെക്കാളും ഉണ്ണി പറയുന്നതിന് ചെവി കൊടുക്കാൻ ആളുണ്ട്. ഉണ്ണി പറയുന്നത് ചെവി കൊടുക്കും, ഇത്തരത്തിൽ വളരെ അടുത്ത് സംസാരിക്കുന്ന. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സംശയം, ഇത്തരത്തിലൊരു പ്രോഗ്രാം വെച്ചപ്പോൾ തന്നെ മറ്റ് ചാനലുകളിലൊക്കെ ഇല്ലാത്തൊരു ഇതാണ്. കാര്യം അന്നത്തെ ഒരു വിഷയം, ആ വിഷയത്തിൽ ഒരു അഭിപ്രായം തേടൽ, അത് സമൂഹം പറയുന്നത് പോലെയാണ്. ഇവർ 4 പേരും ഓരോരോ വശം പറയുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം പറയുന്നതിൽ വളരെ കറക്റ്റായിട്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണം, യുദ്ധം നടന്നപ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ളൊരു വിശകലനമൊക്കെ ഉണ്ണിയുടേതായിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ വളരെ മനോഹരമായിട്ടാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഉത്തരേന്ത്യയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ കഴിഞ്ഞ ഇലക്ഷനുകൾ, ഇപ്പം നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ മറ്റേത് ചാനലിലും വിശദീകരിച്ചതിനേക്കാളും ഒരു പ്രഡിക്ഷനൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ പ്രശാന്ത് രഘുവംശം ഡൽഹിയിൽ നിന്ന് പറയുമ്പോൾ എനിക്ക് കേൾക്കാൻ ഭയങ്കര താല്പര്യമാണ്. പ്രശാന്ത് രഘുവംശം ചുമ്മാ അങ്ങ് ബ്ലാ പറയുന്ന റിപ്പോർട്ടറല്ല, അവരിൽ എല്ലാവരും നല്ല മിടുക്കന്മാരാണ്. അപ്പോൾ അത്തരത്തിൽ ഉണ്ണി ബാലകൃഷ്ണൻ എത്ര കൊല്ലം ഡൽഹിയിൽ ജോലി ചെയ്തോ അതിൻ്റെ ഒരു ഊർജ്ജം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ശരിക്കും ഡൽഹിയിൽ ഈ പത്രപ്രവർത്തകർ ജോലി ചെയ്യുമ്പോഴൊരു പ്രത്യേകത എന്നറിയും, ഇവിടെ നിന്ന് ഈ നേതാക്കൾ ഡൽഹിക്ക് പോകും. കേരള ഹൗസാണ് അവർ പോകുന്നത്. കേരള ഹൗസിലോ അല്ലെങ്കിൽ മന്ത്രിമാരുടെ വസതികളിലോ ഇരിക്കും. ഇവർ ഫ്രീ ആയിട്ട് കിട്ടും. അതാണ് ഏറ്റവും വലിയതെന്ന് പറയുന്നത്. ഈ ഇവിടുത്തെ ആരും ഒന്നും അവിടെ കാണത്തില്ല. അവിടെ ചെല്ലുമ്പോൾ പ്രതിനിധിയായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഉണ്ണി അവരുടെ ക്ലോസ് ഫ്രണ്ടാണ്. ഉണ്ണി അല്ലെങ്കിൽ പ്രശാന്ത് രഘുവംശം അല്ലെങ്കിൽ നമ്മളറിയുന്ന മനോജ് മേനോൻ, മാതൃഭൂമി, ഇങ്ങനെയൊക്കെയുള്ള നിരവധി പേര്, ബസന്ത് പങ്കജാക്ഷൻ, അവർക്കൊക്കെ ഒരു ഒറ്റയ്ക്ക് കിട്ടുകയാണ്. ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ നിരവധി അറിവായിരിക്കും ചിലപ്പോൾ അവർക്ക് ഉണ്ടാവുക. അവർ പറയുന്ന ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു ഭാഗ്യം കൂടെയാണ്. അങ്ങനെ അത്രയും നാളത്തെ ഒരു അറിവ് അദ്ദേഹത്തിനുണ്ട്. അത് നമുക്ക് കാലങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതാണ് അദ്ദേഹത്തിനെ മാതൃഭൂമിയുടെ എഡിറ്റർ ഇൻചാർജ് ആയത്. അദ്ദേഹം 8 വർഷമോ 9 വർഷമോ അദ്ദേഹം മാതൃഭൂമി പോലൊരു വലിയ ചാനലിൻ്റെ എഡിറ്റർ ഇൻചാർജ് ആയിരുന്നു. വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. പിന്നീട് പറയുന്ന പോലെ ഒരുപാട് തലപ്പത്തിരിക്കുമ്പോൾ മാനേജ്മെൻറ്റുമായിട്ടൊക്കെയുള്ള ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണ് അദ്ദേഹം അവിടുന്ന് ഇറങ്ങിയത്.
തുടർന്ന് റിപ്പോർട്ടർ വരുമ്പോഴാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകരുടെ സംശയം ഈ സ്പേസ് അദ്ദേഹത്തിന് ഏഷ്യാനെറ്റ് കിട്ടുമോ എന്നുള്ളതാണ്. ഇത്രയും ഞാൻ പറയാൻ കാര്യം ആ ഒരു സ്പേസ്, അദ്ദേഹത്തിൻ്റെ കഴിവ് അവിടെ കിട്ടുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കിട്ടും എന്ന് അവർ ആശിക്കുന്നുണ്ട്. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഏഷ്യാനെറ്റാണ്. ഏഷ്യാനെറ്റ് ഒരു വാണിജ്യ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ എടുത്തിരിക്കുന്നത്. ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ പ്രജിത പറഞ്ഞു, ഫ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് അവരുടെ മാർക്കറ്റിങ്ങിലെ തലവനും രാജീവ് ചന്ദ്രശേഖറും ചേർന്ന് എടുത്ത ഒരു രഹസ്യമായ നീക്കമായിരുന്നു. MJ രാധാകൃഷ്ണനെ പോലെ. പക്ഷേ ഇപ്പോഴും പഴയൊരു ഫോർമാറ്റാണ് ഏഷ്യാനെറ്റ് പിന്തുടരുന്നത്. ഇനിയിപ്പോൾ അത് പിന്തുടരുന്നതിന് കാരണവും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് അതിൽ നിന്ന് മാറാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് കൂടിയായിരിക്കണം. അല്ലെങ്കിൽ ഏതൊരു മാനേജ്മെന്റും ഏതൊരു വർക്ക് സ്പേസ് ആയാലും ചില മാറ്റങ്ങൾക്കൊക്കെ വിധേയമാകുന്നത് എപ്പോഴും നല്ലതാണ്. കാലത്തിന്റെ അനുസരിച്ച് മാറണമല്ലോ. അപ്പോൾ ആ ഒരു മാറ്റം ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പത്രപ്രവർത്തകനെ അവിടെ എത്തിക്കുമ്പോൾ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ഒരു പ്രഡിക്ഷൻ അത് ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർജിക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാകണം. അദ്ദേഹം വളരെ ബിസിനസ് പരമായിട്ട് അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുമ്പോൾ അതിൻ്റെ തലപ്പത്ത് ഇന്നയാൾ വന്നാൽ ഇന്ന രീതിയിൽ ചെയ്യണം. ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് രാജിവെച്ച് ഏഷ്യാനെറ്റിലേക്കൊക്കെ വരുമ്പോൾ ഇവരുമായിട്ടുള്ള ചർച്ചയിൽ ഇവരുടെ താല്പര്യങ്ങൾ തമ്മിലൊരു ധാരണയായിട്ടുണ്ടാവും. ആ ധാരണയാവാതെ ഒരിക്കലും അദ്ദേഹത്തെ പോലെ ഒരാൾ അവിടെ നിന്ന് ഇറങ്ങി വരില്ല. ആ ഇറങ്ങി വരുമ്പോൾ ഈ ഒരു ഫ്രീഡം അവിടെ ഇന്ന കാര്യങ്ങൾ എനിക്ക് ഉണ്ടാകണം എന്ന് പറയാൻ എന്തുകൊണ്ടും അദ്ദേഹത്തിന് സാധിക്കും. അത് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരാൾ തന്നെയാണല്ലോ. അതിനകത്ത് ഒരു ഇതെന്ന് പറഞ്ഞാൽ പ്രീത പറഞ്ഞ പോലെ അവർ ഈ ചില ഇടങ്ങളിൽ ഇപ്പോൾ ചില പത്രങ്ങൾക്ക് അവരുടെ ചില കാര്യങ്ങളിൽ നിന്ന് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനോരമ ആ കാലത്തിനൊത്ത് മാറിയ ഒരു പത്രമാണ്. അതേപോലെ മാതൃഭൂമി മാറാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ മാറാൻ കഴിയുന്നില്ല. കേരള കൗമുദി കുറച്ചൊക്കെ മാറിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്തരത്തിലൊരു മാറ്റം ഉണ്ടാകേണ്ട കാലത്തിൻ്റെ ആവശ്യമാണെന്നുള്ളതുകൊണ്ട് തന്നെ ഈ വ്യവസ്ഥാപിതമായ ഇതുവരെയുള്ള ആ ചട്ടക്കൂടിൽ നിന്ന് മാറിയാലേ പറ്റുള്ളൂ എന്നുള്ളൊരു തീരുമാനമാണ് ഇതിൻ്റെ പിന്നിൽ. അങ്ങനെ വരുമ്പോൾ ആ വ്യവസ്ഥാപിത നിലപാടിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അത് വേറൊരു വസ്തുതയാണ്. അത് ആരെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അങ്ങനെയുള്ള ആ ഒരു വ്യവസ്ഥാപിത ചുറ്റുപാടിൽ നിൽക്കുന്നവരാണ് മാറ്റം ഉണ്ടാകാൻ വേണ്ടി വന്നിട്ടുള്ള പലരെയും അവിടെ നിന്ന് ചാടിച്ചിട്ടുള്ളത്. അത് അറിഞ്ഞോ അറിയാതെയോ അത് പുറത്ത് വന്നിട്ടുള്ളതാണ്. കാര്യം വ്യവസ്ഥാപിത നിലപാട് പരസ്യമാണ്. ഇപ്പൊ MJ രാധാകൃഷ്ണനെ പോലെയുള്ള അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. നീലൻ എന്ന് പറഞ്ഞൊരു പത്രപ്രവർത്തനം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. അവിടെ ഈ പറയുന്ന ഏഷ്യാനെറ്റിലെ നെടുന്തൂണെന്ന് അവകാശപ്പെടുന്ന നിരവധി പേർ തന്നെയാണ് അതിന് കാരണം. ഈ ജിമ്മി എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹം ന്യൂസ് 18-ലാണുള്ളത്. നിരവധി കാണാനില്ലായിരുന്നു. അദ്ദേഹം ഈ പറയുന്ന 4th കുറച്ചാളുണ്ടായിരുന്നു. അപ്പോൾ അത് കാലാകാലങ്ങളായി ചില സ്ഥാപനങ്ങളിൽ ചില കുറ്റികളുണ്ട്. ആ കുറ്റികൾ ഇതിലൊരു ചിന്തിക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ നിൽക്കുന്ന തലപ്പത്തിരിക്കുന്നവർ ചിന്തിക്കേണ്ട കാര്യം, ഉണ്ണി ഏഷ്യാനെറ്റിൽ നിന്ന് പോയ ഉണ്ണിയല്ല. ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിൽ നിന്ന് പോയ ഉണ്ണി ബാലകൃഷ്ണൻ അല്ല. അദ്ദേഹം ഡൽഹിയിൽ ഒരു സാധാരണ ചീഫ് റിപ്പോർട്ടർ, അതായത് റിപ്പോർട്ടർമാരിൽ സീനിയർ റിപ്പോർട്ടറോ അല്ലെങ്കിൽ ചീഫ് റിപ്പോർട്ടറോ അങ്ങനെ ഒരു തസ്തികയെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ബ്യൂറോ ചീഫ്, അതിനപ്പുറം പോവില്ല. അല്ലെങ്കിൽ ന്യൂസ് എഡിറ്റർ. അപ്പോൾ എന്തായാലും ആ തസ്തികയിൽ ജോലി ചെയ്ത ഉണ്ണി അവിടെ നിന്ന് അദ്ദേഹം പോയത് എഡിറ്റർ ഇൻ ചാർജ് മാതൃഭൂമി. ദെൻ അവിടെ നിന്ന് റിപ്പോർട്ടർ പോയത് അതിനേക്കാൾ ഉയർന്ന പോസ്റ്റിൽ. അവിടെ നിന്ന് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഈ കാണുന്ന ആൾക്കാരൊക്കെ തന്നെ ഏതാണ്ട് സമമായ ഒരു സീറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. അദ്ദേഹം പോയ റിപ്പോർട്ടർ പോസ്റ്റ് പോലെയോ അല്ലെങ്കിൽ എഡിറ്റർ ചീഫ്. വാർത്തകൾ വായിച്ചത് സിന്ധു സൂര്യകുമാറിനേക്കാൾ മുകളിൽ തീർച്ചയായിട്ടും അഡ്വൈസർ എന്നൊരു പോസ്റ്റാണ്. എഡിറ്റോറിയൽ അഡ്വൈസർ എന്ന പോസ്റ്റിലേക്കാണ്. അപ്പോ സ്വാഭാവിക അത് MJ രാധാകൃഷ്ണൻ ഇരുന്ന പോസ്റ്റാണ്. അതെ, എഡിറ്റർ ആയിരുന്നു അദ്ദേഹം. ഇത് എഡിറ്റോറിയൽ അഡ്വൈസർ. എന്തായാലും തീരുമാനങ്ങൾ വളരെ നല്ലതാണ് എന്ന് തന്നെ. അദ്ദേഹം വഴിയേ പോവുള്ളൂ. അത് ഉറപ്പ് വാങ്ങിയിട്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തെ പോലെ ഒരു പത്രപ്രവർത്തകൻ ഏഷ്യാനെറ്റിലേക്ക് അതിനുള്ള കാലിബർ മിടുക്കനായ ഒരു പത്രപ്രവർത്തകനാണ്. വളരെ ക്രാന്തദർശിയാണ്, സൂക്ഷ്മ. നമ്മൾ അതിൽ ആകെ നമുക്കുണ്ടായിരുന്ന വിഷമം ഈ പറയുന്ന ആൻഡോ അഗസ്റ്റിനെ പോലെയൊക്കെയുള്ള പക്ക എന്താ പറയുക കച്ചവടം മാത്രം. ഇത് ഒരു തമാശ കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് റിപ്പോർട്ടർ ചാനൽ ഗ്രാഫിൽ ഉയരങ്ങളിൽ നിൽക്കുന്നത് 500 രൂപ. നാണമില്ലേ 500 രൂപ? നാണമില്ലേ? 500 രൂപയേ ഉള്ളൂ. അല്ല, ഇഷ്ടമുള്ള രീതിയിൽ 500 രൂപ ഇന്ന് എന്തിന്? എന്നിട്ട് അത് പബ്ലിസിറ്റി ആക്കി പടക്കം പൊട്ടിച്ചെന്ന് 500 രൂപയ്ക്ക്. ഒരു നല്ല പൂക്കുറ്റി കിട്ടുമോ 500 രൂപയ്ക്ക്? എനിക്കറിയില്ല. ഇതാണ് ആൻഡോ അഗസ്റ്റിൻ എന്ന മുതലാളി. ഏതായാലും പറയുന്ന പെട്ടെന്ന് വേണുന്നേ വരുള്ളൂ അദ്ദേഹത്തിന്റെ അനിയന്റെ. അപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ എടുത്ത തീരുമാനം നല്ലതാകട്ടെ.
അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർക്കല്ല, ഏഷ്യാനെറ്റ് പ്രേക്ഷകർ. ഏഷ്യാനെറ്റ് ന്യൂസ് പ്രജിത തന്നെ എത്രയോ തവണ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഏഷ്യാനെറ്റ് ന്യൂസ് എത്ര തന്നെ മറ്റുള്ളവർ വന്നിട്ടും അത് ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ടെന്ന്. ഞാനൊരു പഴയ വാർത്താ ചാനൽ ജീവനക്കാരനാണ്, ഇന്ത്യ വിഷനിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നു, നമുക്ക് നമ്മുടെ ആ ഒരു ചാനലിൻ്റെ പേര് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഏതായാലും ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, അദ്ദേഹം നന്നായി തന്നെ ഇത് ചെയ്യട്ടെ. നമുക്ക് കാത്തിരിക്കാം അതിൻ്റെ മാറ്റങ്ങൾ, നമുക്കത് അംഗീകരിക്കുകയും ചെയ്യാം വരും ഭാവിയിൽ.